10 നാൾ കൂടി കഴിഞ്ഞാൽ തിരുവല്ല ഏരിയ സമ്മേളനമാണ്. അതിനു മുൻപായി ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം ചേരാനുള്ള സാധ്യത ഇനിയും തെളിഞ്ഞിട്ടില്ല. ലൈംഗിക പീഡന കേസിനെ തുടർന്ന് CPM സ്വീകരിച്ച നടപടികളും അതിനെതിരായ നീക്കങ്ങളും റിപ്പോർട്ടിൽ സ്ഥാനം പിടിച്ചതാണ് ചേരിതിരിവ് ശക്തിപ്പെടുത്തിയത്. പീഡന കേസിൽ പ്രതിയായ CC സജിമോനെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് നീക്കാൻ പോയ വർഷം ഡിസംബറിൽ CPM തീരുമാനിച്ചിരുന്നു. നടപടി റിപ്പോർട്ട് ചെയ്യാനെത്തിയ മുതിർന്ന നേതാവ് തോമസ് ഐസക്കിനെ തടയാൻ ശ്രമമുണ്ടായി. മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് V. ആന്റണി, അംഗങ്ങളായ അനു V. ജോൺ, R. മനു എന്നിവരാണ് ഇതിന് ആഹ്വാനം ചെയ്തത്. ഇതര സംഘടനാ പ്രവർത്തകരായ മിനി നടേശൻ, PK ബാബു, പൗലോസ്, അച്ചാമ, പ്രതീഷ് രാജ്, KV തമ്പി എന്നിവർ സംസ്ഥാന കമ്മിറ്റിക്കെതിരെ പ്രതിഷേധം ഇളക്കിവിട്ടതായും റിപ്പോർട്ടിലുണ്ട്. കുറ്റപത്രത്തിന്റെ സ്വഭാവമുള്ളതാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. മോശം സ്വഭാവത്തിനുടമയും പീഡനക്കേസിലെ പ്രതിയുമായ ആൾക്കുവേണ്ടി ഏരിയ കമ്മിറ്റി ഒന്നടങ്കം നിലകൊണ്ടു. പൊതുജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റുന്നതിന് മുൻ ഏരിയ സെക്രട്ടറി വഹിച്ച പങ്ക് ചെറുതല്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്താൻ ഒരു വിഭാഗം നേതാക്കൾ ഇടപെട്ടുവെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നടത്തുന്നതിന് ജില്ലാ നേതൃത്വം ശ്രമം തുടങ്ങി. ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും ലോക്കൽ കമ്മിറ്റി പ്രതിനിധികളെയും ചർച്ചയ്ക്ക് വിളിച്ചു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നാളെ യോഗം ചേരും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.